നമ്മുടെ കൊക്കറ്റിൽ ബേർഡ്സിനൊക്കെ എങ്ങനെ ബ്രീഡിംഗ് കേജ് സെറ്റ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ പറയുന്നത്. ഒന്ന് വീഡിയോ ഒന്ന് കണ്ടേക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രീഡിംഗ് ബോക്സ്. ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചാണ്. ഏകദേശം 450 രൂപയായി. വേറെ കടകളിലൊക്കെ 370 രൂപ, 300 രൂപ, 350 രൂപ, അങ്ങനെ പല റേഞ്ച് ഉണ്ട്. നമ്മൾ മേടിച്ചപ്പോൾ 450 രൂപയായി. ഓരോ കടയിൽ ഓരോ റേറ്റ് ആയിരിക്കുമല്ലോ. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഇങ്ങനത്തെ ഒരു കോലുണ്ടാവും. അപ്പോൾ നമ്മളത് ഇവിടെ ഹോളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാനുള്ളതാണ്. ഒന്ന് ചെത്തി എടുക്കേണ്ടി വന്നു, കാരണം അത് കറക്റ്റ് ആവണമെന്നില്ല ഫിറ്റ്. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് കത്തി കൊണ്ടൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കയറും. അപ്പോൾ ഇത് മസ്റ്റ് ഒരു ഐറ്റമാണ്. കാര്യം ഇതുണ്ടെങ്കിൽ കിളിക്ക് കൂടിനകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. അതായത് ഇതുമേ വന്ന് ഇരുന്നിട്ടാണ് കിളികൾ അകത്തായിട്ട് കയറുന്നത്. അപ്പോൾ ഇത് മസ്റ്റ് ഒരു ഐറ്റമാണ്. ഇപ്പോൾ ഈ കോല് കിട്ടിയില്ലെങ്കിൽ തന്നെ നമ്മൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ രണ്ടാമതൊരു കൂടുള്ളത് ഇത് നേരത്തെ മേടിച്ച കൂടാണ്. അതിൻ്റെ കോല് കളഞ്ഞു പോയി. അപ്പോൾ നമ്മൾ ഇതുണ്ടോ ഒരു മരക്കൊമ്പ് ഇതുപോലെ ചെത്തിയെടുത്താണ് ഇതിൽ കയറാൻ വേണ്ടി. ഇപ്പോൾ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടോ നല്ല ടൈറ്റായിട്ട് അവിടെ ഇരുന്നോളൂ. ഉണ്ടോ സൂപ്പറായിട്ട് ഫിറ്റായിട്ട് നല്ല ടൈറ്റായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമുക്കൊരു കോല് വെച്ചാലും മതി. ഇനി നമ്മൾ ബ്രീഡിംഗ് ബോക്സ് ഹാങ് ചെയ്യാൻ വേണ്ടി പുറകിലൊരു സ്ക്രൂ പിടിപ്പിക്കുകയാണ്. രണ്ടാമത്തെ സ്ക്രൂ പിടിപ്പിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ മെഷിലൊന്ന് വെച്ച് നോക്കിയിട്ട് ആ സ്ക്രൂവിൻ്റെ കറക്റ്റായിട്ട് അവിടെ പിടിപ്പിക്കണം എന്നുള്ളത്. അതായത് മെഷിൻ്റെ ഗ്യാപ്പ് നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ രണ്ടും ഒരു സ്ക്രൂ ഇട്ട് രണ്ടാമത്തെ സ്ക്രൂ പിടിപ്പിക്കുമ്പോൾ ചിലപ്പോൾ ആ മെഷിൻ്റെ കമ്പിയുടെ നേരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്ക്രൂ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ വെച്ച് കഴിഞ്ഞപ്പോൾ രണ്ടും പ്രോപ്പറായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് ഹാങ് ചെയ്ത് വെച്ചാൽ ഏറ്റവും സിമ്പിളായിട്ട് ബ്രീഡിംഗ് ബോക്സ് മെഷീനിൽ പിടിപ്പിക്കാൻ പറ്റിയ മെത്തേഡാണത്. പിന്നെ അഥവാ നമ്മൾ ഇതിന് വേണ്ടി ക്ലാമ്പ് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ക്ലാമ്പ് വെച്ചിട്ട് അപ്പുറം ഇപ്പുറം സ്ക്രൂ ചെയ്യണം. ഇവിടെ 2 സ്ക്രൂ വരും, ഇവിടെ 2 സ്ക്രൂ വരും. കുറച്ചും കൂടി മെയിനായിരിക്കും, പക്ഷേ നമുക്ക് നമ്മുടെ പർപ്പസ് നടന്നാൽ മതിയല്ലോ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇങ്ങനത്തെ ഒരു ഏറ്റവും സിമ്പിൾ മെത്തേഡ് ഇതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നും വെക്കാണ്ട് തന്നെ നമുക്ക് മെത്തേഡ് എന്ന് വെച്ചാൽ ഇത് മുകളിലേക്ക് കയറ്റിയിട്ട് നമുക്ക് കൂടിൻ്റെ അവിടെ എന്തെങ്കിലും കമ്പി ഉപയോഗിച്ച് കെട്ടി ഹാങ് ചെയ്ത് നമ്മുടെ സീലിങ്ങിൽ ഇവിടെ ഹാങ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ഇതാകുമ്പോൾ നമുക്ക് പണി കുറച്ച് എളുപ്പമുണ്ട്. പിന്നെ ഇതുപോലെ ഇതിൻ്റെ സൈഡിൽ എല്ലാ ബ്രീഡിംഗ് ബോക്സിൻ്റെ സൈഡിൽ ഇതുപോലെ ഡോർ ഉണ്ടാവും. നമുക്ക് അകത്തെ കാഴ്ചകൾ കാണാനായിട്ട്. അതായത് അകത്ത് മുട്ട ഇട്ട് കഴിഞ്ഞാൽ കാണാനും കുഞ്ഞുങ്ങളെ എടുക്കേണ്ടി വന്നാൽ എടുക്കാനും പിടിക്കാനൊക്കെ ആയിട്ട് സൈസ് ഉണ്ടാവും. ഇവിടെ ചെറിയ ലോക്കും ഉണ്ടാവും കേട്ടോ. ഇതിങ്ങനെ അടച്ചതിന് ശേഷം എവിടെയെങ്കിലും ലോക്കുണ്ട്, തിരിച്ചു കഴിഞ്ഞാൽ അവിടെ ലോക്കായി. ചിലതിന് ഇങ്ങനത്തെ ഓടാമ്പൽ പോലത്തെ സാധനമൊക്കെ ആയിരിക്കും. പലതിനും പല മെത്തഡായിരിക്കും. അതുപോലെ ഇനി കൂടിൻ്റെ സൈസ് പറയാനാണെങ്കിൽ നീളം കണ്ടോ, ഒരടിയാണ് ഇതിൻ്റെ നീളം വരുന്നത്. അതുപോലെ ഇതിൻ്റെ വീതി 8 ഇഞ്ച് നോക്കിയാൽ മതി കണ്ടോ. 8 ഇഞ്ചാണ് ഇതിൻ്റെ വീതി വരുന്നത്. അതുപോലെ ഉയരം നോക്കുകയാണെങ്കിൽ അത് 8 ഇഞ്ച്. അപ്പോൾ ഒരു 2 കിളിക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ കിടക്കാൻ ആ സൈസ് മതി. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം ഇതിൻ്റെ ഹോൾ സൈസാണ്. ഹോൾ സൈസ് ഏകദേശം 2.5 ഇഞ്ചിൻ്റെ ഡൈയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. 2 ഇഞ്ച് ഏറ്റവും കുറഞ്ഞതെങ്കിലും വേണം. അപ്പോൾ കിളിയുടെ ഷോൾഡറൊക്കെ ഇടിച്ച് കയറാൻ സാധ്യതയുണ്ട്. 2.5 ഇഞ്ചാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ അതുപോലെ ഇത് സൈഡിൽ ഒരയാതിരിക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനത്തെ ഒരു മെറ്റൽ പീസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കയറാനും പറ്റും. അതുപോലെ നമ്മുടെ പഴയ കൂട് കണ്ടോ, ഇതിന് ഓടാമ്പലില്ല. ഇവിടെ ഒരു മാഗ്നറ്റാണ് കൊടുത്തേക്കണത്, അതിലൂടെ ഒരു മെറ്റൽ പീസും. അപ്പം നമ്മളിത് അടച്ച് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടോ ടൈറ്റായി അത്യാവശ്യം ലോഡായിട്ടുണ്ട്. അപ്പോൾ വലിച്ചാലൊന്നും പോരില്ല. ഒന്ന് പ്രസ് ചെയ്ത് വലിച്ചാലേ ഇത് പോരുള്ളൂ. മാഗ്നറ്റിൻ്റെ പോറാണ്. അപ്പോൾ അങ്ങനെ പല കൂടിനും പല രീതിയിലാണ്. അത്യാവശ്യം നമ്മൾ ക്ലീൻ ചെയ്താൽ കണ്ടോ, എന്നിട്ട് അതിൻ്റെ കുറച്ച് അഴുക്കുകളൊക്കെ ഇരിക്കണമെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഏതായാലും ക്ലച്ച് ഒന്നും നടന്നിട്ടില്ല. അതായത് ബ്രീഡിങ്ങോ ക്ലച്ചിങ്ങോ ഒന്നും നടക്കാത്തതുകൊണ്ട് ഈ ബോക്സ് നോർമലി ക്ലീൻ ചെയ്ത് നമ്മൾ ഇതിൻ്റെ അകത്ത് തന്നെ വെക്കാൻ പോവാണ്. പിന്നെ നമ്മൾ 2 ബ്രീഡിംഗ് ബോക്സിലും ചിന്തേരി പൊടി, മരത്തിൻ്റെ ചിന്തേരി പൊടി ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് മുൻപായിട്ട് ചെറിയൊരു പൊടിക്കൈയും കൂടി ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, നമ്മുടെ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി തന്നെ, പക്ഷെ അത് ഒറിജിനൽ മഞ്ഞൾപ്പൊടി ആയിരിക്കണം കേട്ടോ. നമ്മുടെ കളർ പൊടിയെന്നല്ല ഉദ്ദേശിച്ചത്. അത് നമ്മൾ എല്ലാ ബ്രീഡിംഗ് ബോക്സിലും ഓരോന്നുള്ളു, നമ്മുടെ പുതിയ ബ്രീഡിംഗ് ബോക്സിലും നമ്മൾ ഓരോന്നുള്ളു ഇട്ട് കൊടുക്കണം. എല്ലായിടത്തും ഒന്ന് തൂക്കി കൊടുത്താൽ മതി, ഓവറാവരുത്. അത് ഇടണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചിന്തേരി പൊടിയും എല്ലാം ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ചില പ്രാണികൾ, ചെറിയ പുഴുക്കളൊക്കെ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഉറുമ്പൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ചിന്തേരി പൊടി ഇട്ട് കൊടുക്കാം. ചിന്തേരി പൊടി നമുക്ക് ഓവറായിട്ട് വേണമെന്നില്ല, അത് അധികം പൊടിയില്ലാത്ത നോക്കി എടുക്കാം കേട്ടോ. കുറച്ചിട്ട് കൊടുത്താൽ മതി. നല്ല കുത്തിക്കൊള്ളണ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റിയേക്കാം കേട്ടോ. അങ്ങനെ ഹാർഡായിട്ടുള്ള മെറ്റീരിയലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റിയേക്കാം. അതായത് നമ്മൾ മുട്ടയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മുട്ട ഉരുണ്ട് പോകരുത്, കിളികൾക്കും സ്മൂത്തായിട്ട് ഇരിക്കാൻ പറ്റണം. അതുപോലെ മുട്ട ഉരുണ്ട് പോകരുത്. ഉരുണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ അത് പിന്നെ വിരിയൂല. ഇപ്പോൾ പല സ്ഥലത്ത് പോയി മുക്കിലും മൂലക്കൊക്കെ പോയി കിടന്നു കഴിഞ്ഞാൽ പിന്നെ അത് വിരിയൂല. അപ്പോൾ അതിനൊക്കെ ഒന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇടുന്നത്. അപ്പോൾ പൊടികൾ ഒഴിവാക്കുക. ചിന്തയുടെ ഇതുപോലത്തെ ഇത് മാത്രം എടുക്കുക, പൊടികൾ ഒഴിവാക്കുക. കാര്യം പൊടികൾ ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലത്തെ പൊടി ഇത് മാത്രം എടുക്കുക, പൊടികൾ ഒഴിവാക്കുക. പൊടികൾ കിടന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ മുട്ടയൊക്കെ വിരിഞ്ഞ് കുഞ്ഞായി കഴിയുമ്പോൾ അതിൻ്റെ മൂക്കിലും വായിലൊക്കെ പോകാനും ശ്വാസം മുട്ടാനൊക്കെ സാധ്യതയുണ്ട്. ഈ ഒരു അവസ്ഥയിൽ ഇട്ടാൽ മതി, ഓവറാക്കേണ്ട ആവശ്യമില്ല. കാര്യം നമുക്ക്
ജസ്റ്റ് അത് നിങ്ങൾക്കൊന്ന് ഇരിക്കാൻ പറ്റണം കേട്ടോ. ആ ഒരു ലെയറിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഓവറായിട്ടുള്ളതാണെങ്കിൽ അത് തന്നെ കൊത്തി പുറത്ത് കളഞ്ഞോളൂ കേട്ടോ. കിളി ഏതായാലും നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ കിളി ഒന്ന് കയറി സ്വയം കൂടൊക്കെ സെറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ സമയത്ത് പുള്ളി കാര്യത്തിൽ മാറ്റേണ്ടതൊക്കെ മാറ്റി സെറ്റ് ആയിക്കോളും. അപ്പോൾ നമ്മൾ ബ്രീഡിംഗ് ബോക്സിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ബോൾട്ട് കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമുക്ക് ഹാങ് ചെയ്യാനുള്ളത്. അപ്പോൾ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്താണ് പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ മെഷിൽ ഇത് ഹാങ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബോക്സ് അവിടെ സെക്യൂറായി. കിളിക്ക് ഇവിടെ കയറാനുള്ള ബ്രാഞ്ച് നമ്മളിവിടെ വെച്ച് കൊടുക്കും. അതുപോലെ ഇവിടെ നമ്മൾ കമ്പിയും ക്രോസ് സെക്ഷൻ വരുമ്പോൾ ഈ ഒരു ഹൈറ്റ് തന്നെ കിളിക്ക് കിട്ടുകയും ചെയ്യും. ഇനി മുട്ടയൊക്കെ ഇട്ട് ബ്രീഡ് ആവുന്ന സമയത്ത് നമുക്ക് കുഞ്ഞുങ്ങളെയൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഈ സിമ്പിളായിട്ട് ഈ സാധനം തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാം കുഞ്ഞുങ്ങളുണ്ടോ. ഇനി അത്യാവശ്യ ഘട്ടങ്ങളിൽ എടുത്ത് ഹാൻഡ് ഫീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ എടുത്ത് ഹാൻഡ് ഫീഡ് ചെയ്ത് തിരിച്ച് വെക്കാനൊക്കെ സാധിക്കും. അപ്പോൾ അതിനുകൊണ്ട് വേണം ബോക്സ് ഇവിടെ വെച്ചത്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സൗകര്യാർത്ഥം ഏത് സൈഡിലും വെക്കാം. കുറച്ചങ്ങോട്ട് നീക്കി വെക്കാം. ഇതിപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ആയതുകൊണ്ട് നമുക്ക് വിഷ്വലി കിളിയുടെ ഭംഗിയൊക്കെ മറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കോർണറിലേക്ക് പ്ലേസ് ചെയ്യണമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട പലരും നമ്മുടെ ഈ ബേർഡിൻ്റെ കേജ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ. നമ്മുടെ കോക്കറ്റെയിൽസിന് വേണ്ടി നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കിയ ഒരു ബേർഡ് കേജാണ് വീട്ടിലേക്ക്. അപ്പോൾ ഇതിന് എന്തൊക്കെ ചിലവ് വന്നു എന്നുള്ളതും കേജിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മറ്റു പല വീഡിയോകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോകൾ കാണുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായിട്ട് കൂടി രേഖപ്പെടുത്തുക കേട്ടോ.